വരുന്നുണ്ട്. ഒളിച്ചിക്ക. ഓ നാണോ, നാണിക്കാണ്ട് വാ. എന്താ വിക്ടറി ഒക്കെ ഇടുണ്ടോ? വിക്ടറി എന്താ ഒന്ന് നിക്ക് ഇട്ടതൊക്കെ അല്ലേ മക്കളേതാ സാധനങ്ങൾ വന്നിന്. അപ്പം ഇതാണ് നഗറ്റ്സ്. ഇത് നഗറ്റ്സ്. തുറക്ക് മോനെ തുറക്ക്. അല്ല ഇതാണ് മീല്. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ പോകണ്ടേ. അയ്യോ അയ്യോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പം കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാൻ വിചാരിച്ച്. അങ്ങനെ ദാ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. വീക്കെൻഡാണ്. എൻ്റെ കൂടെ ഒരു ബഗഡലും കൂടി ഉണ്ട്. ദിസ് ഈസ് സലാസ്. നമുക്ക് ഒരാളെയും കൂടി കൂട്ടാനുണ്ട്. അപ്പോൾ ഓനെ കൂട്ടാൻ വേണ്ടി നേരെ ഓൻ്റെ ഓഫീസിലേക്കാണ് യാത്ര. പിന്നെ ബാക്കി വിശേഷങ്ങൾ കാറിൽ കയറി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇനി നമ്മളെ കൂട്ടത്തിൽ ഒരു ബഗഡേഷും കൂടി ഉണ്ട്. ഓനെ കൂട്ടാൻ പോവാണ്. ഓൻ്റെ ഓഫീസിലേക്ക് പോയി ഓനെ പിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജഹ്റയിലൊരു ഇതുണ്ട്. യെസ്, അൽബേക്ക്. മറ്റേ നമ്മളെ സൗദിയിലുള്ള അൽബേക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാവർക്കും അറിയാം സാധനം ഉണ്ട് എന്നല്ല, എല്ലാവർക്കും അറിയുന്ന സാധനം. അപ്പോൾ അധികമായില്ല. ഒന്ന് ഇവിടെ അടുത്തുണ്ട്, പക്ഷെ അടുത്തുള്ള നമുക്ക് പറ്റൂല. നമുക്ക് ദൂരമുള്ളത് വേണം. അതെ, അവന്യൂ മാളിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും വേണ്ട. നമ്മൾ ദൂരമുള്ള അൽബേക്ക് പോയി അവിടുന്ന് ഫുഡ് അടിക്കാനാണ് പ്ലാൻ. സലാസ് ഒന്നുകൂടി ആ സെയിം തന്നെ ചോദിക്കട്ടെ. ഞാൻ റെക്കോർഡ് ബട്ടൺ അമർത്തിയില്ലേന്. ഈ വീക്കെൻഡ് ആയാലല്ലോ ആകെ ഒരു വൈബുള്ളൂ. അല്ല എന്ത് വൈബില്ലേ. വീക്കെൻഡ് ആയാൽ ഇങ്ങനെ മൂന്നാളോട് ഒത്തുകൂടുക, പോവുക, എന്തെങ്കിലും ഫുഡ് അടിക്കുക, പിറ്റേ ദിവസം വീണ്ടും ഡയറ്റ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഒരു ലൈഫ്. ഞങ്ങളുടെ ലൈഫിൻ്റെ രീതി ഏതാണ്. ജിമ്മിന് പോയിക്കിന്. സലാസ് ജിമ്മിന് പോയി പൈസ കൊടുത്തിക്കണ്. സലാസും ഷാമിലും എങ്ങനെ അറിയാം കണ്ടുപിട്ടേ. സലാസും ഷാമിലും ജിമ്മിന് പോയി പരിചയപ്പെട്ട ഒരാഴ്ചയെ പോയുള്ളൂ. എന്നിട്ട് അവർ നിർത്തുകയും ചെയ്ത്. എന്നിട്ട് ഓരോ മെയിൻ പരിപാടി ഇപ്പം എന്താ അറിയോ, ഒരെണ്ണാവടി കുവൈത്തിലുള്ള എല്ലാ ഹോട്ടലിലും പോവുക, ഫുഡ് കഴിക്കുക. അതിനാണ് അവർ ജിമ്മിന് വെച്ച് കണ്ടുമുട്ടി. പഠിച്ചവനെ ഒരെണ്ണാൾ ആടുന്ന അതിനാ കൂട്ടിമുട്ടിച്ച്. പിന്നെ എന്നെ കൂട്ടിമുട്ടി എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ലൈവ് സ്ട്രീമർ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന കുറച്ച് ആൾക്കാരെ അറിയാൻ മതി. അപ്പോൾ നമ്മളെ ലൈവിൽ വന്നാണ് സലാസും. ഒരു ദിവസം അങ്ങനെ ഞാൻ മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുവൈത്തിലാണ്, ഏഷ്യാനെറ്റ് വിഷയനൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് സലാസ് വേഗം സൂപ്പർ ചാറ്റ് ചെയ്ത്, നിങ്ങൾ കുവൈത്തിലാ? നിങ്ങൾ എവിടാ? ഫർവാനിയ? ഞാൻ ഫർവാനിയ. എവിടെ? ബ്ലോക്ക് 3? ഞാൻ ബ്ലോക്ക് 4. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്താണ് നോക്കുമ്പോൾ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ സലാസിൻ്റെ റൂമിൻ്റെ അടുത്താണ് ഷാമിലും. ഇനിയിപ്പോൾ ഷാമിൻ്റെ റൂമിലേക്കാണ് നമ്മൾ പോണത്. അച്ഛേ ഓഫീസിലോട്ട്. യെസ്, കറക്റ്റ് ഗൈസ്. ഇതാ കുവൈറ്റ് നൈറ്റ് ലൈഫ് എന്ന് പറയാൻ ഇതാ ഉള്ളൂ. ബാക്കി പോണ വഴിക്ക് ഇതങ്ങനെ കാണാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സിറ്റി എത്തുമ്പോൾ ഇങ്ങനെ ഒരു വൈബൊക്കെ കിട്ടും ഗൈസ്. ദിസ് ഈസ് മിസ്റ്റർ സലാസ് ഡ്രൈവിംഗ്. ചില്ലിങ് വൈബ്സിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് ഗൈസ്. ഇന്ന് ചെയ്തതിൽ ഏറ്റവും നല്ല ഡിസിഷൻ സലാസിൻ്റെ ഇതാണ്. ഓ വാട്ടർ മെലൺ ഗൈസ്. കഞ്ചാവൊന്നുമില്ല കേട്ടോ, ശീശാണേ. ശീശല്ല, വെയ്പ്പ്. നല്ല പുക ഉണ്ടാവും. ഒറ്റയടിക്ക് വലിച്ചാൽ നമ്മൾ ശീശ വലിക്കണ പോലെ വലിച്ചാൽ മുള്ളടിച്ച് ഉള്ളിലേക്ക് കയറും. അപ്പോൾ അത് മെല്ലെ വലിക്കണം. കാണിച്ചില്ല, കണ്ടോളി ഗൈസ്. ഇതാണ് അവന്യൂസ് മാൾ. ഞാൻ അന്ന് പോയ വ്ളോഗിലുണ്ട് ഇനി, പക്ഷേ ആ വ്ളോഗ് വേറെ ചാനലിലാണ്. അവന്യൂസ് മാളിൽ നമുക്ക് വേറൊരു ദിവസം വരാം. നമ്മളിപ്പോൾ ഷുവൈക്കിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇതുണ്ടോ ഈ ഭാഗത്ത് സെൻട്രൽ പോയിന്റ് ഉണ്ട്. അത് സെൻട്രൽ പോയിന്റ് മൊത്തം സെൻട്രൽ. ഇത് വലിയൊരു സെൻട്രൽ പോയിന്റാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. എൻ്റെ ഓഫീസും ഇവിടെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ബാക്കി നമുക്കിത് വലിക്കുന്നത് കാണിച്ചു തരാം. നല്ല വാട്ടർമെലൻ്റെ ടേസ്റ്റ് ഗൈസ്. നമ്മളെങ്ങനെ ഇപ്പോൾ കറക്റ്റ് കുവൈത്ത് സിറ്റിയിലേക്ക് കടന്ന് ഇതാണ്ടോ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങിയില്ലേ. അപ്പോൾ ഏകദേശം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഷാമിലിനെ കൂട്ടാനുള്ള പോക്കാണ്. ഷാമിലാണെങ്കിൽ നട്ടപ്പാതിര വരെ അവന് പണിയാണ്. അത് 1 മണിക്കാണ് പണി തുടങ്ങുക. 3 മണി തൊട്ടുങ്ങാനി രാത്രി 11 മണി വരെയാണ് ഓന് പണി. അപ്പോൾ 11 മണി 10-10 ഇറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കണ്. അവിടെ സംഭവം 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മൾ നല്ല പോസ്റ്റ് നാടാവും. പോസ്റ്റ് ടാബ് എടുത്തിട്ടത് ഇനി ആ ബഗഡ് ഗെയിം കളിക്കാനാ. ഞാനല്ല, കളിച്ച് മതിയായി. നമുക്കങ്ങനെ പുറത്തിറങ്ങി വല്ല വ്ളോഗ് കൊടുക്കാം. അങ്ങനെ ഗൈസ് ആ പാലമൊക്കെ ഉണ്ട്. നല്ല ഇട്ടിപ്പെട്ട് പാലം. മലേഷ്യയിൽ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള പാലമാണ് കുവൈത്തിൽ കൂടെ പോകുന്ന ഈ പാലം.
വാവ് ഹലോ ബ്രോ ഡെലിവറി ബോയ് ഒക്കെ കത്തിച്ച് പോണ എന്നെ നോക്കണ്ടോ ഇങ്ങനെ ഇടക്കിടക്ക് എന്താ അവൻ ഇതിൻ്റെ ഉള്ളിൽ പണിയെന്ന് ഇങ്ങനെ നോക്കണ്ട് ഗൈസ് ഇതാണ്ടോ ഡബിൾ ടക്കർ ബസ്സൊന്നും കണ്ടില്ലതാ കണ്ടോളി അതാ മുമ്പിലൊന്നുണ്ടല്ലേ കുവൈത്തിന് സ്വന്തം ഗൈസ് കണ്ടോ സിറ്റി എത്തിയൊരു വൈബ് അടിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോ അറിയില്ല എന്നാലും എനിക്കൊരു വൈബ് ഉണ്ട് ഇതാണ് സാലിഹ ടവർ ഇവിടെ പണ്ട് നമ്മളൊരു ഷോപ്പ് ഉണ്ട് ഇനി അത് ക്ലോസ് ആയി സംഭവം ഒരു വൈബല്ലേ ഇവിടെ എത്തിയാൽ ചെറിയൊരു വൈബൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്തോ പണിയെടുക്കുക വലിയൊരു മാള് വരികയാണ് സാൽഹ കമ്മിങ് സൂൺ ഒരു എനിക്കൊണ്ട് ലൈക്ക് ഒരു സൂക്ക് ടൈപ്പ് ഓഫ് കൈൻഡ് സ്റ്റഫ് ആണെന്ന് തോന്നുന്നുണ്ട് സാലിയ കോംപ്ലക്സിൻ്റെ തന്നെയാണ് ഇത് കണ്ടില്ല ഗൈസ് പടുകൂറ്റൻ ബിൽഡിങ്ങുകളുണ്ട് വലിയ പടുകൂറ്റനൊന്നല്ല അത് ഉറപ്പാ ദുബായിൻ്റെ ഒരു ഷാർജ അല്ല ഷാർജ എന്നല്ല ഏകദേശം ഒരു ദുബായ് നമ്മളെ ടൗണിലൊക്കെ എത്തിയ വൈബ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം നമ്മളൊക്കെ മണ്ണിൻ്റെ അടിയിൽ എത്തുമ്പോൾ ഇവിടെ സെറ്റപ്പ് ആവും ഇവിടെ മെട്രോ ട്രെയിൻ വരും അത് വരും ഇത് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ഒരു ഉറപ്പില്ല അതന്നെ ഇവിടെ ഉള്ളവരൊക്കെ അതിന് പറഞ്ഞാൽ ഒരു പുറത്ത് പോയി ചില്ല് ചെയ്യാം ഓർക്ക് ഓർക്ക് നല്ല പൈസയും കാര്യങ്ങളുണ്ട് ഒരു ലീവ് വരുമ്പോൾ ഒരു അമേരിക്കയിലയക്കും ആടെ അയക്കും ഇവിടെ അയക്കും ഇതാണ്ടോ പൈസ അടിപൊളി ബിൽഡിംഗ് പൈസൻ്റെ എല്ലാ സംഭവങ്ങളും അവർ ഇവിടെ അങ്ങനെ ഉണ്ടാക്കി വെക്കും ഇതൊക്കെ സാലിയ കോംപ്ലക്സാണ് ഇവിടെ ഫുൾ അൾട്രാ ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ ഓഫീസുണ്ട് വലിയ ബിൽഡിംഗ് ഒറീഡോ നശിച്ച എൻ്റെ നെറ്റ് എന്നെ ലൈവ് ഇടാനും വിടൂല ഗെയിം കളിക്കാനും വിടാത്തൊരു നശിച്ച നെറ്റ് ഉണ്ടോ അത് ഇതാണ് ഈ ഒറീഡോ ഇതാണ് ഗൈസ് പിന്നെ നമ്മളിതാ വൺ ഓഫ് ദ ലാൻഡ് മാർക്സ് കൈൻഡ് ഓഫ് സ്റ്റഫ് മറ്റേ ഇത് ടവർ ഇത് ലിബറേഷൻ ടവർ അല്ലടാ മറ്റേ കുവൈറ്റ് ടവറോ ടിൻ ടവർ ഇത് ലിബറേഷൻ ടവർ അല്ല ടിൻ ടവർ അല്ലടാ ആ ടവറിന് എന്തെങ്കിലും പറയല് ആടാ സിറ്റിയിൽ ഒരു ടവർ കൂടി ഉണ്ട് ഗൈസ് ആ അത് കുവൈറ്റ് ടവർ ടിൻ ടവർ അല്ല ഞാൻ മലേഷ്യ പോകേണ്ടത് അതാ ഇപ്പൊ എന്റെ വായിൽ വന്നത് ഈ മലേഷ്യ പോയില്ലേ ഞങ്ങൾ രണ്ടാളും മലേഷ്യ പോയിക്കുന്നു മീ ടു ബട്ട് കുട്ടി ഉണ്ട് അതിനൊപ്പരം ഗൈസ് അത് അടുത്തുനിന്ന് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണുന്നുണ്ട് ഇതാ കേട്ടോ ഇതാണ് സാധനം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വ്യൂസ് ഒന്ന് ഇത് കാണാൻ പോകണം ഒന്ന് പിന്നെ ബീച്ച് സൈഡിൽ ആടൊന്നുണ്ട് ഈറ്റാത്തിന് വേറൊരു സാധനം അതാണ് കുവൈറ്റ് ടവർ ഇത് ലിബറേഷൻ ടവർ ഇതിന്റെ മുകളിൽ അത് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ മറ്റേ ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേനോ അതിന്റെ മുകളിൽ കയറി എന്തൊരു സംഭവം ഉണ്ട് ആ ഇടയ്ക്ക് ക്ലോസ് ഓപ്പണോ എനിക്ക് അല്ല മറ്റേ കുവൈറ്റ് ടവറിലാണെന്നുണ്ട് ആ കുവൈറ്റ് ടവറിന്റെ ഉള്ളിൽ കയറി കാണാന്നുണ്ട് സിഗ്നലോ പിന്നെ GCC മൊത്തം അങ്ങനെ ആണല്ലോ എടാ ഫയർ ഫോഴ്സ് എടോ പോകാൻ നിൽക്കണ്ടവർക്ക് എടോ വന്ന് കത്തിട്ടോ ഓരെന്തിനാ ട്രാഫിക് ഇങ്ങനെ കാത്തിക്കണേ പൊയ്ക്കോളി അപ്പം ഗൈസ് ഇച്ചങ്ങാൻ്റെ ഓഫീസ് എത്തണില്ലല്ലോ എന്തോരം നേരാ ഞാൻ എന്താക്കിയാലോ ഞാൻ ലൈവൊക്കെ അതിന് വേറൊരു പഴം തിന്നു സംഭവം എനിക്ക് വിശക്കുണ്ട് ഞാൻ വൈകുന്നേരം നമ്മളിന്ന് മറ്റേ ഫിനാൻസ് മാനേജർ ഉണ്ട് അതിനെ അപ്പോൾ മൂപ്പര് വണ്ടി എടുക്കില്ല അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ നമ്മളെ ഡ്രൈവർ മൂപ്പര് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ അപ്പോൾ മൂപ്പര് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂപ്പരിൻ്റെ നേരെ മുമ്പിലാണ് മൂപ്പര് റൂം അല്ലാ നോക്ക് അപ്പോൾ ഞാൻ എന്താക്കി ഞാനും മൂപ്പരപ്പനെ കൂടെ പോകുന്നത് അപ്പോൾ മൂപ്പര് ചെന്നൈ മലയാളിയാണ് തമിഴ് മലയാളം മിക്സാണ് അപ്പോൾ മൂപ്പര് എപ്പോഴും വരുമ്പോൾ അവിടെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ട് നല്ല കടികൾ വാങ്ങുമ്പോൾ അമ്മക്കും കൂട്ടത്തിൽ വാങ്ങും അപ്പോൾ ഞാൻ നല്ല 2 ഡയറ്റും എല്ലാം പൊളിഞ്ഞ് നല്ല 2 സമൂസയും നല്ല വലിയ സമൂസ അതല്ല പഞ്ചാബി സമൂസ അല്ല നമ്മളെ സമൂസനെ പക്ഷെ വലുപ്പത്തിൽ ഓരങ്ങനെ ഉണ്ടാക്കുക ഐറ്റ 2 വാങ്ങി പിന്നെ ഒരു വടയോ ഇന്ന് വട ഇൻ്റെ അമ്മ സ്മൂത്ത് ഇന്ന് വട അത് ഈ കഴിച്ചാണ്ടല്ലോ ഇതാണ് അവൻ്റെ ഓഫീസ് ഇതല്ലേ ഇത് ഏതോ പാർക്കിങ്ങാ പറഞ്ഞ മാതിരി ചങ്ങ ഏതോ കാട്ടിലാട്ടോ അവൻ എന്തോ ഹാക്കറിൻ്റെ അവൻ്റെ പണി അല്ലേ ഏത് ഈ കാണുന്ന ബിൽഡിങ്ങോ ഇത് ഫ്ലാറ്റ് അല്ലേ അല്ല ആണോ ശരി ഇവിടെ ഫുൾ ചില്ല് എങ്ങനെയാണ് പിന്നെ ഇവിടെ നിന്ന് പുരയിലേക്ക് എത്തുക ബസ് അതിപ്പോ അവിടെ മെയിൻ റോഡ് ആയില്ലേ ഈ ബിൽഡിങ്ങിലാ ശരി ഇതല്ലേ മനസ്സിലായി പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ ആടെ അടിയിൽ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് ശീശ ഹൗസ് ആട്ടോ ശീശ ഹൗസ് ഉണ്ട് അതിൻ്റെ അടിയിൽ ഇനി ഗൈസ് ഇനി പാർക്കിങ്ങിൽ പോസ്റ്റാന്ന് തോന്നുന്നു ഗൈസ് ഇപ്പോൾ 9:45 ഉള്ളൂ ഓൻ വരെ 10:30 ഈ ബലാലാണ് പറന്ന് വന്നിന്നെ പിക്ക് ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഇന്ന് ലൈവ് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യട്ടെ ഓൻ വരെ പോസ്റ്റാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെ ഓളെ വിളിച്ച് കൊച്ചിച്ചൂടെ അല്ലെങ്കിൽ എന്നും ഓളെ വിളിച്ച് പോകണം ഇവർ രണ്ടാളല്ലേ ഗൈസ് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് ഗൈസ് അത് പറഞ്ഞില്ലല്ലേ ഇന്നത്തെ ടോക്ക് നമുക്ക് അതാക്കാം രണ്ടാളും എത്ര വർഷം പ്രേമിച്ച് 2-3 വർഷത്തോളം പ്രേമിച്ചാണ് ഗൈസ് എന്നിട്ട് പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചു ഒരു പ്രശ്നമില്ല ഇവൻ ഓൾറെഡി പണിയും കാര്യങ്ങളൊക്കെ സെറ്റായി
പിന്നെ ഓളെ വീട്ടിലും കുഴപ്പമില്ല. അതുകൊണ്ട് മറ്റേ ഫിലിമിൽ കാണുന്ന അടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി പരിപാടിയൊക്കെ സെറ്റാക്കി കല്യാണം കഴിച്ച് അവനിപ്പോൾ എങ്ങനെ അറിയാം, ഇവർ ഫോൺ വിളിച്ച് ഉറങ്ങിപ്പോണ രണ്ടാക്കും. അല്ല ഓളെ ഉറങ്ങി അവനെ ഉറങ്ങില്ല, അവൻ നമ്മളെപ്പം ഇരിക്കും. ഓളിങ്ങനെ ഫോൺ വിളിച്ച് ഓളെ ഉറങ്ങിപ്പോണം. അതാണ് ഇവരെ വൈബ്. പ്രേമിച്ചതിനെ വേറത്തിന് വൈബാണല്ലോ. ഇതിപ്പോൾ എൻ്റെ ഓള് കേട്ടാൽ പിന്നെ തല്ലാവൂലേ. ഞങ്ങളും അങ്ങനെയാണ്, ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോലാണ് വേറെ കാര്യം. അല്ല നമ്മളത് അങ്ങനല്ല, നമുക്കൊരു മോളുണ്ടേ, ഓളുറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഓൾ ഉറങ്ങിപ്പോപ്പരോ. കുട്ടികളായ അതൊക്കെ പിന്നെ മാറുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ബഗഡ് ഷാമിൽ എപ്പോൾ വരികയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓൻ വരുമ്പം തന്നെ നമ്മളിവിടെ ഉറങ്ങിപ്പോവും. എൻ്റെ അമ്മോ, അതുവരെ ഞങ്ങൾ എന്നാൽ പിന്നെ റീൽസൊക്കെ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യട്ടെ. മക്കളെ ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരു 9:45 വന്നാൽ 10 മണിയായി. ആ ചങ്ങായി സംഭവം ഒരു 10-10:30 എത്തിയിരുന്നു ഓനെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓനൊന്ന് വിളിച്ചോക്കട്ടെ. ബഗഡേഷിനെ വിളി, ലൗഡ് സ്പീക്കറുടെ ഷാമിൽ ജിമ്മെന്ന് ഓൻ്റെ നമ്പർ സേവ് ചെയ്തതേ. പാട്ടിനല്ല കോപ്പിറൈറ്റ്. അയ്യോ എൻ്റെ കോപ്പിറൈറ്റ് വാങ്ങാവേ താഴോട്ട്. അപ്പേ ഞങ്ങളിവിടെ താഴെത്തിട്ടോ. ഹലോ, ഞങ്ങൾ നേരത്തെ വരൂ, ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയൂല്ലേ? എത്ര മണിക്ക് ആവുക? ഒരു 10:15 ഇറങ്ങോ? 10:20 പിന്നെ 10:30 വന്നാ പോരെ. 10-ന്റെ കൂടി അവിടെ തന്നെ നിന്നോ. ഈ ഒരു സേവനം ഒന്നും ചെയ്യണ്ട കമ്പനിക്ക്. മോനെ ചിക്കിങ് ആടതാ ചൂടാകാണ്, വേണേ വന്നോ. പോയി കട്ട് ചെയ്തോ. എന്ത് മക്കളെ, ഓനിപ്പോഴൊന്നും വരുമെന്ന് തോന്നില്ല. ഓൻ പറഞ്ഞത് 10:20 പറഞ്ഞ്. ഒരു 10. ഓ ഇവിടുന്ന് ഇങ്ങനെ വ്യൂ ഉണ്ട്. ഇനി കാറിൽ തന്നെ ഇരുന്ന് നമ്മൾ പൊട്ടന്മാരാവില്ലേ. അപ്പം ഗായ്സ് ഇത് കണ്ടങ്ങൾ, ഇതാണ് ഗായ്സ് നമ്മൾ നേരത്തെ കാറിൽ വരുമ്പോൾ കണ്ട ലിബറേഷൻ ടവർ. അതിൻ്റെ അടുത്തല്ലേ അപ്പം എൻ്റെ ബിൽഡിങ്. ഇതാ ഗായ്സ്, ഇതിൻ്റെ ഉള്ളിലാണ് ആ ബഗഡേഷ് ഉള്ളത്. 10:20 വരാന്നാ പറഞ്ഞേ. ഓൻ വല്ല ഹാക്കും ചെയ്യിക്കും അവിടെ കുത്തിരുന്ന് കാര്യം. സൈബർ സെക്യൂരിറ്റിയാ ഗൈസ് ഓന്. അതുണ്ട് ഷാമിലിനെ. പിന്നെ എന്ത് ഞങ്ങൾ കപ്പിൾസ് ആണല്ലോ. ഞങ്ങൾക്ക് രണ്ടാക്കൂ, അല്ല ഐ മീൻ ഞങ്ങൾക്ക് രണ്ടാക്കൂ ഇതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എൻ്റെതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് പെണ്ണ് കിട്ടില്ല, പെണ്ണ് നോക്കുന്നുണ്ട്, പെണ്ണ് സെറ്റാണ്ട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഓനും നാട്ടിൽ പോകാൻ നിൽക്കുക, ഞാനും നാട്ടിൽ പോകാൻ നിൽക്കുക. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് പെണ്ണ് സെറ്റാക്കണമൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ടേ ഏതായാലും. അപ്പോൾ ഇപ്രാവശ്യം സെറ്റാ മതിലേ. ഞാൻ മാത്രം ഉണ്ടാവും ഒറ്റയ്ക്ക്. ആടാ സത്യം. ഇപ്രാവശ്യം ഞാൻ 6-ാം തീയതി പോവും. ഓന് ഏകദേശം ഒരു 10-ാം തീയതി 12-ാം തീയതി ഉണ്ടല്ലോ. ഓനാ ഫസ്റ്റ് പോണല്ലേ. അടുത്ത മാസം 31 അടുത്ത ഡിസംബർ 31. ഓന് സമയമുണ്ട് കഴിച്ചു. ഓൻ ഡിസംബർ 31 ഞാൻ അപ്പം ഒരാഴ്ച കൊണ്ട് ഞാൻ തിരിച്ചു വരൂ. ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ശരിയാ. ഞാൻ ഓന് ഈ മാസം 12-ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ സീനില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോവാണ്. പിന്നെ സലാസ് ഒറ്റയ്ക്ക് ഇവിടെ ചില്ല് ചെയ്യും. അങ്ങനെ ഓളോട് കൊഞ്ചിരിക്കാലോ ഞങ്ങളില്ലാത്ത സമയമോ. അപ്പോൾ ഗൈസ് എനിവേസ് ഇവൻ വരുന്ന ഇതൊന്നും കാണില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. കുറച്ച് നേരം കൂടി നിന്നോട്ടെ. അല്ലേ ഞങ്ങൾ രണ്ടാളും പോയി ഞങ്ങൾ നല്ലോണം ഫുഡ് അടിച്ച് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങും. കുറച്ച് നേരം കൂടി വളരെ കാത്തിക്കും. ഇപ്പം നല്ല ക്ലൈമറ്റാണ് കുവൈത്തിൽ. ചൂടൊക്കെ പോയി നല്ല ലൈറ്റ് കാറ്റും തണുപ്പൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ കുറച്ചുകൂടി രാത്രി കഴിയുമ്പോണ്ടല്ലോ പിന്നെ നമ്മൾ സ്വെറ്റർ എടുക്കാത്തതിനുള്ള കുറ്റബോധം തോന്നുമോ ഇല്ലല്ലോ. അതിനകത്ത് തണുപ്പൊന്നും വരില്ല. ഉണ്ട് കുറച്ച് അധിക നേരം ഇങ്ങനെ പുറത്ത് നിന്നാൽ ചിലപ്പോൾ തണുക്കും. ബീച്ചിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റേ ബീച്ചിൽ പോയിട്ട് സാൽമ ബീച്ചിൽ പോയി കഴിഞ്ഞ് വെറുതെ രാത്രി കഴിഞ്ഞ വെള്ളിയാഴ്ച കറക്റ്റ് അല്ല കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വെറുതെ പോയതാണ്. ഇപ്പോൾ കുറേ ഓടി ബീച്ച് വരെ പോയി. ആടുന്ന് ബീച്ച് സൈഡിൽ കൂടെ അങ്ങനെ കുറേ നടന്നു. മറ്റേ സൺഫ്ലവേഴ്സ് കൂടെ കടിച്ചു തുപ്പി. ഓടി അറിയടാ. ഞങ്ങളങ്ങനെ പോയി. ഞങ്ങളെന്താക്കിയാലോ ഞങ്ങൾ വെറുതെ കറങ്ങാനിറങ്ങി. റൂമിലെല്ലാവരും റൂമിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഡയറ്റും കാര്യമൊക്കെ ആണല്ലോ നാട്ടിൽ പോണേ കൊണ്ട്. ഞാൻ മാത്രം വരല്ല. അങ്ങനെ പോവാന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി ബീച്ചിലൊക്കെ പോയി തിരിച്ചിങ്ങനെ വരിക. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് അറിയണ റോഡിലെത്തിയപ്പോൾ എനിക്ക് അറിയണ ഒരു ദോശൻ്റെ ഒരു പീടിയുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ദോശ തിന്നാം, നല്ല ദോശയും ചട്നിയും. അതാകുമ്പോൾ ഒരു ലൈറ്റ് ഫുഡുമായി ടേസ്റ്റും ആയല്ലോ, രാത്രിയാണ് തണുപ്പാണ്. അങ്ങനെ ആ ദോശൻ്റെ അടുത്തെത്തിയപ്പോൾ ആ സാധനം പൂട്ടിക്കണ്. അപ്പോഴേക്കൊണ്ട് എടുത്ത ഭാഗത്ത് ഇതാ ഇങ്ങേര് ഷാമില് ബാക്ക് എന്താ പുട്ടാക്കിയാലോ എന്ന്. പുട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിടുമോ, പുട്ടിൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ. അങ്ങനെ ഒന്നും പറയണ്ടേതായാലും ഇവിടെ ഫർവാനിയിൽ റൂബി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ ആടെ പോയി ഞാൻ നല്ലോണം കത്തിച്ച്. ആദ്യം നമ്മൾ പോകാൻ വിചാരിച്ച് വേറൊരു മറ്റേ എന്തെങ്കിലും വേറൊരു ചെറിയൊരു ഷോപ്പുണ്ട്, അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന ചെറിയൊരു. ആടെ ലൈവ് ചൂടുള്ള പുട്ടും ബീഫും എല്ലാ തേങ്ങയും ആടെ ഉണ്ടാവും. അങ്ങനെ ആടെ പോകാന്നാട്ടോ വിചാരിച്ച്. അങ്ങനെ അപ്പോഴാണ് ഞാൻ എടുത്തിട്ട് റൂബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്, ഇട്ടിവെട്ട് ബീഫും പുട്ടും അതും ഇതാന്ന് പറഞ്ഞ് ഞാൻ കത്തിച്ച്. സംഭവം ഉള്ളതാണ്. ഞാനവിടെ പോയി നല്ല അടിപൊളി ഫുഡ് അടിച്ചാ. അങ്ങനെ ഏതായാലും വണ്ടില്ല, ലാസ്റ്റ് പോയ കുറിച്ചൊന്നല്ല, ഒരു പാടം ഫുഡൊക്കെ ലൈവായി ചൂടൽ നിർത്തിയെന്നുണ്ട്. ഒരു ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചതാ സംഭവം. നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ കാണിച്ചിനി ഇതാ പുട്ട് ഈ ഫോയിലിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ മൈൻഡിൽ അതില്ല, നമ്മളെന്തോ ലൈക്ക് ചുട്ട് വെച്ച് അങ്ങനെ നമ്മളിങ്ങനെ കത്തി അടിച്ചോണ്ട് നിൽക്കല്ലേ. ബീഫ് നല്ല ടേസ്റ്റ് ഇല്ല. ബീഫ് പിന്നെ ചിക്കൻ ചിക്കൻ തല്ലിക്കൊന്നതോ ചെട്ടിനാണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി. ഏതായാലും അതിൻ്റെ മസാലയും പൊട്ടും മൂഞ്ചിരിക്കുന്നു, പക്ഷെ പൊറോട്ട അടിപൊളി. അങ്ങനെ അപ്പം അതെന്തേന് കിടന്നുറങ്ങാൻ പോയിന്, ലൈറ്റൊക്കെ കഴിച്ച് കിടങ്ങാൻ പോയ ഞങ്ങൾ നല്ലോണം പുട്ടും പൊറോട്ടയും കയറ്റി ബീഫും ചിക്കനും എല്ലാം അടിച്ച് തിരിച്ച് മറിച്ചാ പോയി കിടന്ന്. അതാ പറയാൻ വന്നത്, 1.5 മണിക്കൂറിൻ്റെ കിടന്ന്. പിറ്റേന്നാണെങ്കിൽ ഡ്യൂട്ടി ഡേയും സൺഡേ. ഇവന് സൺഡേ ലീവ്. അവനെങ്ങനെ അറിയാം, ഇവന് ഫ്രൈഡേ ലീവ്, പിന്നെ സൺഡേ ലീവ്. സാറ്റർഡേ അല്ല, എനിക്ക് ഫ്രൈഡേയും സാറ്റർഡേ ലീവ്. ഷാമിലിനാണെങ്കിൽ ഫ്രൈഡേ ലീവ്, സാറ്റർഡേ വർക്ക് ഫ്രം ഹോം വൈബ്സ് ആണ്. 2-2 ചെറുതായിട്ടൊന്ന് പേടിച്ച് ഗൈസ്. അത് കാണിക്കുന്നുണ്ട്. ഞങ്ങളെ ഇവിടെ തന്നെ ഇപ്പോൾ 10:10 ആവാനായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അൽബേക്ക് പൂട്ടുമെന്ന്. അങ്ങനെ ഗൂഗിളിൽ നോക്കിയതാ. നോക്കുമ്പോൾ 2 മണി തൊട്ട് 2 മണി വരെ ഉണ്ട്. വേറൊരു കയറാമാളിൽ ഒരു അൽബേക്ക് ഉണ്ട്. അത് 3 അൽബേക്ക് മൊത്തം ഉണ്ടല്ലേ. ഇവിടുന്ന് 100 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇന്നലെ പോയി, കിട്ടില്ല മാള. ഇന്നലെ ആടെ പോയി സൗദിയ ബോർഡർ ഉണ്ടല്ലോ, ഇവിടുന്ന് സൗദിയ ബോർഡർക്ക് അവിടുന്ന് ഒരു 10 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അടിപൊളി മാള. സൗദിന്റെ അടുത്തെത്തില്ല. ഉംറയും ചെയ്ത് വന്നോളൂ. ഉംറക്കണ പറഞ്ഞ് അച്ചങ്ങ ചുരുക്കി പറഞ്ഞ അച്ചങ്ങ ഇതുവരെ എത്തിയില്ല. ഓനെയും കാത്ത് നിൽക്കാം ഞങ്ങളിപ്പോ. ഹലോ, 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം. വ്ളോഗിൽ എടുത്തോണ്ടിരിക്കും ഇവിടെ. ഇവിടെ ഇറങ്ങി വരുമായിരിക്കും, സ്ലോ മോഷൻ വരുമ്പോ നല്ല. അതിന്റെ നേരെ മുമ്പത്തെ പാർക്കിംഗ് ഉണ്ട്. പള്ളിയുടെ സൈഡിലാണ് യുണൈറ്റഡ്. പള്ളിന്റെ പാർക്കിംഗ് പള്ളിന്റെ ഭാഗത്തേക്കുള്ള എൻട്രി. ഇങ്ങോട്ട് വന്നാൽ മതി, എന്നെ ഇവിടുന്ന് എടുത്തോളാം. ഞങ്ങൾ സ്ലോ മോഷനിൽ എടുക്കും. കല്യാണച്ചക്ക വരുന്നുണ്ട്. ഉറപ്പിച്ചില്ല കാഴ്ച, ഏകദേശം സെറ്റ് ആയിക്കിടാ പറഞ്ഞ് ഇന്ന് വീഡിയോ കോളൊക്കെ ചെയ്തിക്കിട്. അതൊന്നും പറയണ്ട, അതൊക്കെ സെറ്റ് ആവും. ഇന്നത്തെ അൽബേക്കോന്റെ തലയിലിട്ടും ഞങ്ങൾ ചിലപ്പോ. അത് വേറെ കാര്യം വരട്ടെ. ആയില്ല, ഏകദേശം ആയി വരണുള്ളൂ. ഇൻഷാല്ലാ സെറ്റ് ആവട്ടെ. ഓന് വിധിച്ചതാണെങ്കിൽ അത് ഓന് സെറ്റ് ആവട്ടെ അല്ലേ. എന്തായാലും ഇപ്രാവശ്യം കല്യാണം കഴിച്ചിട്ട് ആശം വരും. ഇപ്രാവശ്യം എന്തെങ്കിലും ഓന അന്നൊരു കഥ അറിഞ്ഞീനി. ഓന എത്രാം വയസ്സിലാണ് ഓന്റെ വാപ്പ കെട്ടിക്കാൻ നോക്കിയത്? 23 വയസ്സിൽ കെട്ടിക്കാൻ നോക്കിനു എന്റെ വാപ്പ. നാട്ടിൽ തെണ്ടിത്തിരി നടക്കാൻ അങ്ങനെ കോമഡി കഥ കേക്ക്. അങ്ങനെ അവൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയോക്കുമ്പോണ്ട് ഓള് ഇവന്റെ സീനിയറാ കോളേജിൽ പഠിച്ചേ. അങ്ങനെ ഇപ്പം വേണമെന്ന് പറഞ്ഞ് മുങ്ങി. അങ്ങനെ ഇപ്പം അന്ന് മുങ്ങൽ ഇപ്പം എപ്പോഴാ പൊങ്ങി. ഓൻ്റെ ഫാദർ ഇവിടെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ആവും. മോൻ ചില്ലറ കളിയൊന്നുമല്ല, വെറുതെ ഹോബിക്കാ പണിക്ക് പോണ പോലാല്. ഓന് ഓൾറെഡി ഇവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. രാവിലെ സ്റ്റുഡിയോ പോകും, ഉച്ചവരെ, ഉച്ചയ്ക്ക് ശേഷം നല്ല ജോലിയാ. കുവൈത്ത് മൊത്തം വിചാരിച്ച ഹാക്കിങ് ഹൈപ്പാക്കി ഇപ്പൊ വരും ആള്. ഇറങ്ങില്ല 5 മിനിറ്റ് പറഞ്ഞേക്കണ് കൈസ്. നോക്കാം നമുക്ക്. ഹലോ, വീഡിയോ എന്ത് 10:45 എന്തടാ? വീഡിയോ എന്ത് 10:45 പറയാന്? ഓ, വ്ളോഗ് ഇറങ്ങി ഈ വൈറലാണോണ്ടാ മോനെ. ഒന്നും ഇറങ്ങി വാ, യൂട്യൂബിൽ ആകെ 2 സബ്സ്ക്രൈബറാണുള്ളത്.
ഈ ഒന്ന് വാ മോനെ. അയ്യോ മക്കളെ. പിന്നെ എന്ത് എന്ത് എന്നാ ക്ലോസ് ചെയ്യാം. ഓക്കെ. ഓപ്പം എന്താ വിളിച്ച് വീഡിയോയിൽ പറയുമ്പോൾ 10:30 പറയണ്ട, 10:45 പറയാൻ. വീഡിയോ വൈറലായോ അവൻ്റെ കമ്പനി കാണുന്നു. ഇങ്ങനെ ഒരു ബഗഡര്. ഞാൻ പറഞ്ഞു യൂട്യൂബിലാകെ 2 സബ്സ്ക്രൈബറുള്ള, അതുകൊണ്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അതാ വരുന്ന നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ബഗഡേഷ് ഹള്ളി വരുന്നുണ്ട്. ഒളിച്ചിക്ക വണ്ടി പോണു. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പൊ എത്തും കൈസ്. വാ വാ വാ. ഓ നാണോ, നാണിക്കാണ്ട് വാ. ഓടിച്ചാടി പണിയും കഴിഞ്ഞ് വരുന്നുണ്ട് ഷാമിൽ. ഷാമിൽ മോനെ ഫുള്ള് എന്നെ കുറിച്ചാ തിന്ന ഞങ്ങൾ വ്ളോഗിൽ. എന്താ വിക്ടറി ഒക്കെ ഉണ്ട്. എന്താ വിക്ടറി? എന്താ ഒന്ന് നിക്ക്, ഇട്ടതൊക്കെ അല്ലേ. ഹലോ ഷാമിൽ, ഹായ് പറയൂ. ഓക്കെ, പണി കഴിഞ്ഞോ? ഒക്കെ ഉഷാറായിനോ? എന്നാ പോവല്ലേ, എന്നാ കേറ് വണ്ടിയില്. 11 മണിയായി. ഏത് വണ്ടിന്നാ? ബെൻസ്. പണിയും കഴിഞ്ഞതാ. 3ാമത്തെ ഞങ്ങൾ പൊക്കി ഗൈസ്. ലെറ്റ്സ് ഗോ. ബാക്കി കാറിൽ കയറിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമ്മൾ നേരെ അൽബേക്കിൽ പോകുന്നു അല്ലേ ഷാമിലെ? അൽബേക്കല്ലേ? ഫരീജല്ലല്ലോ? ഫരീജല്ല അൽബേക്കോ? അൽബേക്കാണ് ഗൈസ് സ്പോട്ട്. ഫരീജിനെ നമുക്ക് അടുത്ത ആഴ്ച നോക്കിയിട്ട് സെറ്റാക്കാം. ലെറ്റ്സ് ഗോ. എന്താ ഷാമിൽ പറയുന്നത് ഇപ്പൊ എന്താ അറിയോ, ഈ വ്ളോഗ് ഇറങ്ങി കഴിഞ്ഞാൽ വൈറലാവോന്നൊക്കെ ചോദിക്കുന്നത്. ഓന്റെ കമ്പനി ടൈമിങ് കറക്റ്റ് പറയും, അത് പറയും, ഇത് പറയും, ഫുള്ള് സീന്. ഞാൻ പറഞ്ഞു ഈ വൈറലൊന്നും ആവൂല, പേടിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അതുകൊണ്ട് സീനില്ല അല്ലേ? അല്ലേ 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 ഷാമിൽ? അല്ലേ ഷാമിൽ നല്ല കള്ള. ഇതാണ് ഷാമിൽ ഗൈസ്. ഇതാണ് എവിടുന്ന് കണ്ടാലും ഹായ് പറയണേ. നമുക്ക് 35 കിലോമീറ്റർ ഉണ്ട്. 35 കിലോമീറ്റർ. അപ്പൊ പള്ളെ പഴിച്ച് മരിക്കുന്നതാണ് ഗൈസ്. 35 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. അരമണിക്കൂർ ഇനി ഓട്ടുണ്ട് ഗൈസ്. അരമണിക്കൂർ ഞങ്ങളിങ്ങനെ ഓടി 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 ആടെത്തി 2 മിനിറ്റോടെ തിന്നയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ച് അരമണിക്കൂർ ഇങ്ങോട്ടേക്ക് ഓടും. അപ്പൊ ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ചില്ലാക്കി വൈബാക്കി ഞങ്ങൾ ഇങ്ങനെ വരില്ല. ഷാമിലെ ഫുൾ സെറ്റ് അല്ലേ? ഈ ഉച്ചക്ക് എന്താ കഴിച്ചേ? മുഷക്കല്. ഷാമിലോ? ഓട്സോ? ഈ കഴിച്ചിട്ടാ പോയേ? ഓട്സ് കഴിക്കുക, വേറൊന്നും കഴിക്കില്ലാന്ന്. KFC ഒന്ന് തിന്നാൻ പോയിട്ട് 8 കഷ്ണം തിന്ന്. ഫുഡ് കഴിച്ചതിന്റെ ഓട്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണുള്ളൂ. ശ്രദ്ധിച്ചേ, സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസോ. ഓട്സാണ് കഴിച്ചത്. നാണോ സീറ്റിന്റെ മേക്കപ്പ് ഒക്കെ ഇരിക്കുന്നു. പുന്നാരെ ഇതാ എന്താ നാണോ? ഉച്ചക്ക് ഓട്സാ ശരിക്കും കഴിച്ചേ? അതെ, ഒന്നും കിട്ടിയില്ലേ? ഓട്സ് ആക്കി നെയ്ച്ചോറും സാൽമണും ഇല്ല. ശരി. പിന്നെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ അൽബേക്ക് ഷാമിലിന്റെ തലയിലാകും. ഇന്നെന്താ ഷാമിൽ ഒരു വീഡിയോ കോൾ കാണുന്നത് പറഞ്ഞേ? പൈസ ഉണ്ടാവും എന്തേലും? ഇതാണ് ആദ്യമായിട്ട് ക്യാമറ ഇങ്ങനെയാണ്. ഞാൻ കാര്യം ചെയ്യട്ടെ, കല്യാണത്തിന് എങ്ങനെ എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാം? ഇങ്ങനെ നാണിച്ചാൽ ഒരു ക്യാമറ ആയിട്ട് എൻ്റെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക് വരും. ഇവിടെ ദാ ഒറിഡോൻ്റെ ഓഫീസ്. എൻ്റെ ലൈവും എൻ്റെ ഗെയിമും നശിപ്പിക്കണം ഗൈസ്. ഇതാണ് ആ ഒറിഡോൻ്റെ ഓഫീസ്. വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനമല്ല ഒറിഡോ. 5G അഡ്വാൻസാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ടെന്തോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ പൈസ കൊടുക്കാന്നല്ലാണ്ട് നെറ്റും സ്പീഡില്ല, ഗെയിമും കളിക്കാൻ, ലൈവ് ഇടാൻ കഴിയില്ല. ഇറ്റ്സ് വെരി ഹാർഡ്. അതും കുവൈത്തിൽ ഇൻ്റർനെറ്റ് ഏറ്റവും ടോപ്പാണ്, സ്പീഡാന്നൊക്കെ പറഞ്ഞത്. കണ്ടോ ഗൈസ്, ഇതാണ് ഒറിഡോൻ്റെ ബിൽഡിങ്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഷാമിലിൻ്റെ ഓട്സ്. ഷാമിലിൻ്റെ മതിയോ? ഇനി എന്നെ കുറിച്ച് എന്താ പറയണോ? ഓട്സ് രസമുണ്ടോ? എന്താ കയ്യിൽ ഓട്സ് എങ്ങനെ ഉണ്ടാക്കി? ഈ ഓട്സ് എങ്ങനെ ഉണ്ടാക്കി? കറക്റ്റ് പറയും. വളരെ മോശമായിട്ട് ഉണ്ടാക്കി. ഇയല്ലേ പറഞ്ഞു ചിയാ സീഡ്സ് ഇടുന്നുണ്ട്. ഇവന്റെ സംസാരം കാണാൻ എനിക്ക് 2 കൊട്ടിക്കാൻ. അതുകൊണ്ട് എന്ത് മോശാവല്ലേ? എന്ത് മോശാവല്ലേ എന്നാടോ? കണ്ടോ ആമത്തോട് പോലത്തെ ഒരു ബിൽഡിങ്. അതൊന്നും കാണില്ല രാത്രി ആയിട്ട്. അയ്യ പറയും, ഈ കറക്റ്റ് പറയും. ഷോർട്ടല്ലേ? അത് സത്യമാണ്. അതുകൊണ്ട് ഈ ഇന്ന് ഓട്സ് ഇന്നലെ ഓട്സ് അല്ലേ? അത് സെയിം അല്ലേ? ഇപ്പൊ എന്താ ഉദ്ദേശിച്ചേ? ഓട്സില്
ഇത് സിനിമന്റെ ഷൂട്ടിംഗ് അല്ല, ഇത് നമ്മുടെ ലൈഫിൽ നിന്നും ചീന്തി എടുത്ത ഒരു ഇത് മാത്രം. അവിടെ ഇത് 2 ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അത് ഓരോ പാർക്കിങ്ങിന് അപ്പുറത്ത്. രാത്രിയോ ഉച്ചക്കോ വിശക്കുണ്ടാവില്ലേ? ഓട്സ് എന്നിട്ട് ഈ ഓഫീസിലൊക്കെ എടുത്തതാ ഫുഡ്? കഴിച്ചിട്ടാണോ പോയ? അല്ല ഓഫീസിലൊക്കെ എടുത്താ കഴിച്ചിട്ട് പോയാ? ഇന്ന് രാവിലെ സ്റ്റുഡിയോ പോയില്ലേ രാവിലെ? രാവിലെ സാധാരണ സ്റ്റുഡിയോ പോകും, പിന്നെ രാത്രി പണിക്കൊക്കെ ഓൻ്റെ തന്നെ പണിക്കൊക്കെ പറയാ. ആടെ പോയി വെറുതെ വീമ്പൾക്ക് ഷോട്ട് ഇങ്ങോട്ട് പോരാ, പണിയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ട്രാഫിക് സിഗ്നൽ, രാത്രിയും സിഗ്നൽ കഴിച്ച്. രാത്രി അല്ലെങ്കിലും ഒരു വൈബല്ലേ പോവാൻ. ഫുൾ ട്രാഫിക്കും സിഗ്നലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോവാം. ഏതായാലും എത്തുമ്പോൾ ഒരു ടൈം ആവുമോ? വേറെ കാര്യം ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഷാമിലിന്റെ സംസാരത്തിനെ കുറിച്ച്? ഇതൊന്നല്ല ഷാമില്, ഓന്റെ ഒന്നും മാറി, എന്റെ തന്നെ മാറി. അന്നെ നോക്കാനല്ലെന്ന് ഈ സാധാരണ സംസാരിക്കാനുള്ള ചില്ലാവ്. ഇവന് ടോപ്പാണ്. ഇവൻ വെറുതെ ഇത് കണ്ട് പേടിച്ച് ഷോട്ടും കാര്യം ഞാൻ ഓട്സ് കൊണ്ടുപോയത് എന്നൊക്കെ പറയണേ. ആപ്പിൾ കൊണ്ടുപോയല്ല, ഉച്ചക്ക് ഓടിച്ചാ കഴിച്ചെന്ന് പറഞ്ഞേ. അതുകൊണ്ട് രാത്രി അവനൊരു 8 പീസ് എന്തായാലും തിന്നു. ഉച്ചക്ക് ഓടിച്ചായോണ്ട് നല്ല വിശപ്പുണ്ടാവും. രാവിലെ ഉച്ചക്ക് കഴിക്കാതെ രാത്രിയുള്ള എല്ലാം അടിച്ച് കയറ്റി. ഞാൻ വൈകുന്നേരം ഷാമിൽ നല്ല സമൂസ അടിച്ച്, 2 സമൂസ ഒരു ഇന്നുവടെ. ഇന്നങ്ങനെ കാർഡിയോ ചെയ്യാൻ ജിമ്മിൽ പോയിട്ടുമില്ല, അതുകൊണ്ട് ഹൈറായി ഫുള്ള് ഇന്നതാ കലോരി അടിച്ച് കയറ്റി. പറയും മുമ്പുള്ള കഥ കൊറേ മുമ്പാണ്. ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് അന്ന് ഡ്യൂട്ടി വരുന്നത് എത്ര മണിക്കാ? 10 മണിക്കാണ്. ഞാനത് 10 മണിക്ക് ഷിഫ്റ്റ് എടുത്തത്. അപ്പൊ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ സൗദി ബോർഡറിൽ ഇപ്പൊ ഇന്നലെ ഞാൻ പോയി പറഞ്ഞേ, അവിടെയാണ് ഒരു പ്രശ്നമില്ല. കണ്ടിട്ടില്ല. നല്ല ചൂട്, നല്ല ചൂടുള്ള 50 ഡിഗ്രി. വണ്ടി പഞ്ചറായി 3 മണിക്ക്. എന്താക്കി? ഞാനൊന്നും നോക്കിയില്ല, അന്നേരം തന്നെ ടയറെല്ലാം എടുത്ത് ബാക്കിൽ സ്റ്റെപ്പിന് ഉണ്ട്. അതൊക്കെ എടുത്ത് ഷാമിലിക്കൊന്നും അറിയില്ല. ഷാമില് യൂട്യൂബൊക്കെ നോക്കി പക്ഷെ എന്റെ ആവശ്യമായിപ്പല്ലോ. എന്നിട്ടോ ഞാനെങ്ങനെയല്ലോ മാറ്റി ടൈറ്റ് ആയിക്കൊന്നും അറിയില്ല. അതും നട്ടുച്ചക്ക് വേർത്തൊഴിച്ച് ചത്തി ഉണ്ടാവും. വെറുത്തിക്കില്ല, നല്ല ഡ്രൈ ആണല്ലോ. തലക്കടിക്കുക. 4 മണിക്ക് എത്തിയോ സൗദി ബോർഡർ നാക്കപ്പോ കേറണപ്പോ പറയണേ, വണ്ടി വല്ല പഞ്ചർ വായിക്കാൻ എന്ത് ചെയ്യാൻ? വണ്ടി കുറച്ചത് കഴിഞ്ഞു പഞ്ചർ റോഡിൽ നിൽക്കുക. അതേത് 6th റിംഗ് ഹൈവേ അല്ലേ, 120 റോഡ്. ഞങ്ങള് അവസാനം എല്ലാം കഴിഞ്ഞപ്പോ 2 കുവൈറ്റുകൾ നിർത്തി. എന്താ വെച്ചാ നിർത്തി. എന്നിട്ട് ചോദിച്ചാൽ എന്താ വെച്ചാ അതില് സ്റ്റെപ്പിനില്ല. എന്താക്കും ഷാമിലെ? അല്ല ഞാൻ കഴിഞ്ഞിട്ടെ. അപ്പൊ സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. അതൊന്ന് കൊടുക്കാനും പിടിക്കാനും കുറച്ച് പഠിച്ചേക്കണല്ലേ. അതാണ്. എന്നിട്ട് സാധനം പൊക്കി ഷാമില് ഞാൻ ഇവിടുത്തെ മണിനേക്കാളും 4-8 മണി ഷാമിൽ. കാരണം എനിക്ക് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഡ്യൂട്ടിയിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ ഒരു പരിചയം വരൂലേ. ഒക്കെ നമ്മുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷനാ സത്യം പറഞ്ഞാ. ഇനിയിപ്പോ ഷാമിൽ ഏത് കാട്ടിന് മുമ്പ് പെട്ടാലും ടയർ മാറ്റും. പക്ഷെ വേറെന്നുണ്ട്, ഷാമിന് ഇപ്പൊ ഫുള്ള് മറ്റേ ഇതൊക്കെ ഇട്ട് പോസ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക ബാഗില് വീഡിയോ ആയിട്ട്. മക്കളെ ഇതിങ്ങനെ നല്ല ഈ ബലാല് വെറുതെ ഇങ്ങനെ കൈ വെച്ച് ഷോട്ട് കുത്തിരിക്ക. ഇനി തിന്നമ്പോ എന്തൊക്കെ കാണ്ടി വരും എന്റെ ഞാൻ ആലോചിക്കുന്നത്. എന്നാലേ ഇതാ എത്തില്ല കേട്ടോ. ഇത് പോയി ഇതാ വിശക്കുണ്ട്. ഇവിടെ അവിടെ നിർത്തി കഞ്ഞിനെ കുടിക്കേണ്ടി വരും. ഇനി 21 കിലോമീറ്ററോ? ജീവനുണ്ടെങ്കിൽ അൽബേക്കിൽ വെച്ച് കാണാം. 100 ഇതൊക്കെ ഉണ്ടോ ഗൈസ്? 100 പോണത്. 120 തട്ടോ? 120 തട്ടും ചിലപ്പോ. ഈ 120 തട്ടിച്ച കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിൽ തട്ടിക്കല്ലേ ഗൈസ്. ഏതായാലും ഞങ്ങളിതാ പറക്കാണ്. ഞങ്ങൾ 20 സ്പീഡിൽ പറക്കാണ്.
100 ഇങ്ങനെ പോവാ. റോഡ് നേരാണ്. നല്ല പിരാന്താണ്. അൽബേക്ക് തിന്നാൻ വേണ്ടി ഞങ്ങൾ 35 കിലോമീറ്റർ. പിന്നെ ഇവിടെ 35 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവില്ല, 20-25 മിനിറ്റ് ഉണ്ട്. ഒന്നാമത് സ്ട്രീറ്റ് റോഡാണ്, പിന്നെ വലിയ ട്രാഫിക്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് കുറയും. 11 മണി ആവാനായി. ഷാമിൽ എനിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാ, എന്നൊരു പാട്ട് പാടി. പാട്ട് പാടും പോടാ ഷാമില, ഞാനൊന്ന് പാടിക്കൊന്ന് പാടും. എന്തിനാ ഷാമില ഈ ഷാമില നല്ല പാട്ടൊക്കെ പറഞ്ഞു? ഷാമിൽ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മള് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഷാമിലല്ല. ഇതിപ്പോ ഞാൻ റെക്കോർഡ് ബട്ടൺ വെക്കുമ്പോ ഓനാള് മാറും, റെക്കോർഡ് ബട്ടൺ വെക്കുമ്പോ ആള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക. ഞാൻ സലാസൊക്കെ ഒന്ന് ഫസ്റ്റ് വ്ളോഗാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ചില്ലാക്കി തുടങ്ങി. സെറ്റപ്പ് ആണല്ലേ, അതുകൊണ്ടാന്നാല്. അപ്പൊ എനിക്ക് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് അവിടെ മുമ്പ് നിസാർ ഭായ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീലിലെ, യൂട്യൂബിലുണ്ടായിരുന്നു നിസാർ കണ്ട് എന്ന് പറഞ്ഞ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ക്ലിക്കായി. മൂപ്പര് ഇങ്ങനെ ഫുഡിന്റെ ഇതൊക്കെ എടുക്കലേന്. അപ്പൊ മൂപ്പര് കൂടെ അവർ രണ്ടാളും പോകണ്ടേന്. ഫുഡൊക്കെ ഇങ്ങനെ വിളിക്കുമോ ഹോട്ടലിൽ നിന്നൊക്കെ, ലൈക്ക് റിവ്യൂ നോക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ പോയിട്ട് ചെറിയ പരിചയമൊക്കെ ഉണ്ട്. അതാണ് മൂപ്പര് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഖത്തറിലൊക്കെ പോയി. അപ്പം ആ എക്സ്പീരിയൻസ് സലാസിന്റെ CV-യിൽ ഉണ്ട് എന്നാണ് ഷാമിൽ പറയുന്നത്. ഇത് എനിക്കും ഇല്ല, ഈ ഓരോപ്പരം പോയി അടിച്ച് കയറ്റിയില്ല പുട്ടൊക്കെ. ഷാമിലും നിസാർ കണ്ടു സലാസും കൂടിയാ പോവല്. അതല്ല ഷാമിലിന് പണിയില്ലാത്ത ദിവസമൊക്കെ ഞാൻ വണ്ടി കയറ്റിയിരുന്നത്. എന്നിട്ട് രാത്രി പോയി എന്തായാലും അടിച്ച് മാറും. അല്ലാതെ മറ്റേ ഫിഷ് കഴിക്കാൻ പോട്ടെ, അത് പോണം. അത് ഞങ്ങള് പോയ കഥ അടുത്ത ആഴ്ച ഫരീജ് പോണ്ട മക്കളെ. അങ്ങനെ കൊറേ ഓടിയതാ. ഞാൻ ഏകദേശം രാത്രി ഉറങ്ങുന്ന ഒരു സമയം ആണ്ട്. ഞാൻ അങ്ങനെ ഉറങ്ങി വീഴാണ്. ഇവരൊക്കെ ഉണ്ടാകും ഉറക്കമൊന്നുമില്ല, ഒരു ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉറങ്ങില്ല. 2 മണിയാവും എന്തായാലും. ഞങ്ങളിത് അൽബേക്ക് നമ്മൾ ഏകദേശം ജെറയിലെത്തി. ജെറ സിറ്റിയിൽ കൂടെ ഇത് അങ്ങനെ പോവാണ്. ഒരു ജെറ വൈബ് തന്നെ ഉണ്ടല്ലേ സംഭവം. രാത്രി കണ്ടൊക്കെ ക്ലോസ് അങ്ങ് ആയിപ്പോയിന്. പണ്ട് ഭയങ്കര സീനായിരുന്നു പോയിട്ട്. ഒറ്റക്കൊക്കെ വന്ന് പെട്ടാല് അറബി ചെക്കന്മാരൊക്കെ കല്ലെടുത്ത് എറിയും. ഷാമിൽ നമ്മൾ ഒരിട്ടം പോയപ്പോഴല്ലേ നമ്മൾ വണ്ടി കല്ലെടുത്ത് നമ്മളെ ഡ്രൈവേഴ്സ് അത് പറയലുണ്ട്, ഇവിടെ ഒറ്റക്ക് വരാൻ പേടിയാണ്. ഇവിടെ ചില വില്ലകളിലൊക്കെ ഇവർ ഓർഡർ ചെയ്യും. അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെന്തോ പൈസ കൊടുക്കാണ്ടൊക്കെ നിൽക്കും. പണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉണ്ട് നമ്മളെ വെബ്സൈറ്റിൽ. ഇപ്പം ഇല്ല, ഇപ്പം മൊത്തം ഗോൾഡിൽ വേറെ പ്രശ്നം വന്നല്ലോ, ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ്സും കാർഡ്. അങ്ങനെ ഒരു ഇതൊന്നും കൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എടാ ഈ 600 മീറ്റർ അൽബേക്കുള്ള പറഞ്ഞാൽ 6 കിലോമീറ്റർ ആയി. പക്ഷെ ഞാൻ കുറേ മരുഭൂമിയൊക്കെ പ്രതീക്ഷിച്ചിട്ടോ. വരുന്ന വഴിക്ക് ഉണ്ടാവും, അടുത്ത മലത്തൊന്നും ഒന്നുമില്ലല്ലേ. അത് കിട്ടണമെങ്കിൽ മറ്റേ റൂട്ടിന്റെ പോണല്ലേ. ഓ വലിയ അൽബേക്കാണല്ലോ, പേര് മാത്രമാണ് വലുത്. എടാ ഇത് വലിയ അൽബേക്കാ ഇതൊക്കെ. ഇത് എത്തില്ല, എത്തട്ടെ. അതന്നെ, അതാ സത്യം. അതൊക്കെ ഓ മൈ ഗോഡ്. ഫുള്ളൊന്നല്ല, ഈ അറ്റം മാത്രം കേട്ടോ. ഓ കറങ്ങുമ്പോൾ കറക്റ്റ് കാണലേ, പെർഫെക്റ്റ് ആംഗിൾ മോനെ. B-റോൾസ് ഒക്കെ എടുക്കണേ ഞാൻ. ചിൽ വൈബ്സ്. അൽബേക്ക് ഗൈസ്, ഇതാണ് അൽബേക്ക്. നമ്മളിവിടേക്കാണ് വന്നത് ഗൈസ്. പാർക്ക്, ലെറ്റ്സ് പാർക്ക്. വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഫാമിലി എത്ര പീസ് തന്നു? 3/1 ചെമ്മീക്ക് അലർജിയാ. ഇവിടെ ഉണ്ടാവരുതേ. ചെമ്മീനിക്ക് അലർജിയാണ്, ഉണ്ടാവരുതേ. ഷാമിലെ ഇനിയെങ്കിലും ഈ ഒന്ന് ഓണാകും ഷാമിലെ. ഈ ആക്ടിങ് നിർത്ത് ഗൈസ്. അങ്ങനെ നമ്മളിതാ അൽബേക്കിൽ എത്തിയിരിക്കാം ഗൈസ്. ഇത് നല്ല വലിയ അൽബേക്കാട്ടോ, 2 ഫ്ലോറൊക്കെ ഉണ്ട്. സെറ്റാ. മുകളിലിരിക്കാം, സെക്കൻഡ് ഫ്ലോറിലിരിക്കാം. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഇനി ബാക്കി പരിപാടികൾ അൽബേക്ക്. എൻ്റെ ഫോൺ എടുത്തില്ല, അടുത്ത് നോക്ക്. എന്താ ഓർഡർ ചെയ്യണ? എന്താണോ
സാധനം അറിയില്ല. കേറൂ എൻട്രൻസ്. ലെറ്റ്സ് ഗോ. നിങ്ങൾ കയറ്. എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഫില്ലറ്റ് പറയണം. നെഗറ്റ്സ്, ഒരു നെഗറ്റ്സും ബക്കറ്റിന് പോരെ, ബക്കറ്റിന് ഒരു നെഗറ്റ്സ് ആണ് മെയിൻ. ആ മറ്റേ നഗറ്റ്സ് ചേർത്ത് കറക്റ്റ്. അപ്പോൾ നഗറ്റ്സും ഇതിൻ്റെ നെഗറ്റ്സും ചിക്കനും മെയിൻ. റൈറ്റ് വേണം. 4 നഗറ്റ്സും പിന്നെന്താ ചിക്കൻ ബ്രോസ്റ്റും. യെസ്, എന്നാൽ എന്നെ ഓർഡർ ചെയ്യും. മെയിൻ സാധനം തന്നെ ഓർഡർ ചെയ്യും. ഇവിടെ നല്ല തിരക്കാട്ടോ, വിചാരിച്ച മാതിരി ഒന്നല്ല. ഫുള്ള് ആള് കുറവാണെങ്കിലും പക്ഷെ നല്ല പ്രൈസ് നല്ല കുറവല്ലേ. പ്രൈസ് നല്ല കുറവാണ്. പൈസ വിചാരിച്ച മാതിരിയല്ല. 4 പീസ് പക്ഷെ അവിടെ കൊണ്ടേ കൊടുക്ക്. എന്ത് ആട്ടി പറഞ്ഞോ, അത് ആകുമ്പോൾ അവിടെ വരുവാടാ. അതുണ്ടോ ഞാൻ സാറ് ഞാൻ ആ ഇതിൽ വരൂ, ആ ടി വിയിൽ വരുവാടാ, അതിൽ വരും. 46 ആകുമ്പോൾ അതിൽ കാണിക്കും ടി വിയിൽ. ഞാൻ എന്താ പറയണത്, ഇങ്ങോട്ട് വാ. ഒന്ന് ഇവിടെ സ്പൈസി ഇല്ല, സ്പൈസി ചിക്കൻ ഇല്ല. പിന്നെ റെഗുലർ ഉള്ളത് 4 പീസും കൊളസ്ട്രോ സമൂണും വരുന്ന 1.5 ദിനാറേ വരുന്നുള്ളൂ. അത് റെഗുലർ ആയതുകൊണ്ടാണ് എത്ര പൈസ കുറവ്. തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ, ജസ്റ്റ് 1.5 ദിനാറ് നല്ല കുറവല്ലേ, വെരി ചീപ്പ്. വെറുതെ അവിടെ എത്ര കച്ചവടമല്ലേ. KFC-ലൊക്കെ പിന്നെ ഡബിളല്ലേ. ഫുഡ് കഴിച്ചു നോക്കാം. അതെ, ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. എന്താ ഷാമില ഈ പറയണേ? ഉറക്കുണ്ടാവില്ല, ഒച്ചത്ത് പറയാം. അതെന്താ ഉറക്കുണ്ടാവില്ല? അതെന്താ? ബിരിയാണി ഉണ്ടാക്കും. ഇപ്പോൾ രാത്രി ബിരിയാണി ഉണ്ടാക്കുമോ? നാളേക്കല്ലേ? എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണല്ലോ, എല്ലാവർക്കും റൂമിലുള്ളവർക്കോ? എല്ലാവർക്കും. നാളെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം ഒറ്റക്ക് ആദ്യമായിട്ട്. അത് ഇന്ന് രാത്രി തുടങ്ങാം. അപ്പോൾ നാളേക്ക് ചൂട് എന്തിനാ പറ്റുമോ? 3 മണിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകാൻ സലാസ്. 3 മണിക്കല്ലേ എത്തുള്ളൂ അവിടെ. അത് ശരിയാ. എന്നിട്ട് ഇയാൾ തുടങ്ങും ബിരിയാണി ഉണ്ടാക്കിയ ചൊറ്റോർക്ക്. ഈ 100 ആക്ക ഉണ്ടാക്കണേ ബിരിയാണി. ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് ഇപ്പം പോവാ, 3 മണിക്ക് ഉറങ്ങാം. വല്ല സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ? വിചാരിച്ച മാതിരിയല്ല, ബിരിയാണി ഉണ്ടാക്കണേ ബിരിയാണി. അങ്ങനെ കാത്തുനിന്ന് സാധനം കിട്ടി ഗൈസ്. ഷാമിനെ പോയി 2 ട്രെൻഡ് വാങ്ങി എടുത്ത് വേഗം. വരൂ സുഹൃത്തുക്കളെ, നടക്കൂ ലെറ്റ്സ് ഗോ. ഇനിയുണ്ടോ? കണ്ട കിട്ടി. പോരട്ടെ, എനിക്ക് പെപ്സി മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. എവിടെ ഇരിക്കണേ? ലാസ്റ്റിൽ കിട്ടും. പക്ഷെ ഒക്കെ ചെറിയ ടേബിളല്ലേ ഇവിടെ ഇരിക്കണേ. എന്താണ് മക്കളെ സാധനങ്ങൾ വന്നിന്. അപ്പം ഇതാണ് നെഗറ്റ്സ്. ഇത് നെഗറ്റ്സ് തുറക്ക്. അല്ല, ഇതാണ് മീല്. ഇത് 4 പീസ് മീല്. ഇവിടെ കണ്ടോ, ഇവിടെ സ്പൈസി ഇല്ല, ഇവിടെ നോർമലേ ഉള്ളൂ. ബന്ന്, കുറച്ച് ഫ്രൈസ്. ഭയങ്കര ചീപ്പാട്ടോ, ഭയങ്കര ചീപ്പാ. അതാ ഒരു സമൂണ് നമ്മളെ ഫ്ലൈറ്റ് കിട്ടുന്ന ഒരു വൈബില്ലേ. കൊളസ്ട്രോ അൽബേ. ഇതാണ് നെഗറ്റ്സ്. ഇത്ര ഉള്ളൂ. എന്നാൽ പിന്നെ 10 പീസ് പറയില്ലേ. ഇത് 7 പീസ് നെഗറ്റ്സും ഫ്രൈസും. വേണ്ട, ഫുൾ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു നെഗറ്റ്സ് എടുത്ത് തിന്നോട്ടെ. കൊളസ്ട്രോ തുറക്കുമോനെ, കൊളസ്ട്രോയിൽ മുക്കിയടിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൊടിഞ്ഞു വേണോ? നല്ല ചൂടുണ്ട്. വേറെ തന്നെ ഒരു വൈബാട്ടോ.
എങ്ങനെയുണ്ട്? അതിന് മതി. കുഴപ്പമില്ല. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ചെറുതും. ഇനിയൊരു വഴിയിടും അങ്ങോട്ട്. ഇനി നമ്മളെ ഷാമിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറല്ലേ മക്കളെ? വിചാരിച്ച മാതിരിയൊന്നല്ല, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനിതാ ഒരു ലെഗ് പീസും കൂടി. ഓഹോ, നല്ല ഇത്ര ചൂട് ഞാൻ പ്രതീക്ഷിച്ചില്ല. നഗറ്റ്സാണ് അടിപൊളി. നഗറ്റ്സാ സീനും. ഷ്രിമ്പും ഉണ്ടേനി, ഫിഷും ഉണ്ടേനി, എല്ലാം മിക്സാക്കി നഗറ്റ്സ് മാത്രം അതിന് ട്രേസ് ചെയ്താൽ മതി. ഇല്ലേ എന്നാ വെറൈറ്റി ആയിന്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കാലിയാക്കിയ ട്രേ കാണിച്ചു തരാം. ഗുഡ് ബൈ. പിന്നെ കുറച്ച് നഗ്ന സത്യങ്ങൾ പറഞ്ഞാൽ ഞാൻ വൈറലാകുമെന്ന് അറിയില്ല, എന്നാലും പറയാം. എന്താ ഇപ്പം പറയാ, തിന്നാൻ കഴിയില്ല. 4 പീസിന് മീല പറഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ ഈ നഗറ്റ്സും. സംഭവം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല. ഇത് അറബിക് ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു സ്മെല്ലും ഏകദേശം ഒരു അറബിക് വൈബ് തന്നെ. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, ആടെ ഇവിടം വരെ ഓടി വന്ന് ഇത് തിന്നേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇനി നല്ലോണം അവന്യൂസ് പോയി തിന്നാൽ മതി. ഇനി അത്രക്കില്ലത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? സെയിം ബാക്കിയാണ്. ഓൻ ഉച്ചക്ക് ഓട്സ് ഒന്ന് പറയും, ഉച്ചക്ക് ഓട്സ് മാത്രം ആയതുകൊണ്ടാണ് ഓനെങ്ങനെ തിന്ന് തീർത്ത്. വിശപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ ഇത് ഇറങ്ങില്ലടാ. ഇത് ഞാനൊരു കാര്യം പറ്റേ അൾട്രാ ചീപ്പാണ്. കുവൈത്തിൽ ഇങ്ങനെ 4 പീസ് 1.5 ദിനാറ് കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇത്രയും സെറ്റപ്പിൽ ഇത്രയും നല്ല ഷോപ്പിൽ കയറി വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് അൽബയ്ക്ക് കയറുന്നത് 1.5 ദിനാറിന് 4 പീസ് കൊളസ്ട്രോ, ഒരു ബന്നും ഫ്രൈസും. പക്ഷെ തിന്ന് തുടങ്ങിയാൽ നമ്മൾ വിചാരിച്ച മാതിരി നല്ല തിന്നാൻ പറ്റില്ല, തിന്നാൻ കഴിയില്ല. അതെല്ലാവർക്കും ആ ഫീലാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് മാത്രം, ഞാൻ ചിങ്കി മാത്രമാണ്. പക്ഷേ ഞാൻ ഒരു സലാസിനോട് വെച്ചപ്പോൾ പോലും സെയിം തന്നെ. അപ്പം എനിക്ക് ഉറപ്പായി ഈ ഒരു അറബിക് മസാലയാണ് ഇതിങ്ങോട്ട് ഇറങ്ങില്ല തീരെ. മറ്റേ KFC ഒക്കെ തിന്നതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദഹിക്കാത്തൊരു വൈബ് പിടിക്കാം. KFC കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ മടുക്കും. ഇത് നമുക്ക് 3 പീസ് 2 പീസിൻ്റെ കഴിഞ്ഞാൽ മടുക്കും. കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇറങ്ങണില്ലല്ലോ, തൊണ്ടക്ക് കെട്ടിക്കണ വരി. നെഗറ്റ്സ് എന്ന് പറയാൻ അതിൻ്റെ ഉള്ളിൽ അവൻ സത്യം ഇങ്ങോട്ട് തിരക്കൊണ്ട് കുക്കാവായിട്ടാണോ എന്ന് അറിയില്ല. ഇനി ഈ സാധനം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മരിച്ച് ഒരു പീസും തിന്നുകാൻ എണീച്ച് പോകേണ്ടി വരും. ഇതാണ് ആദ്യം തീർന്നത്. ഡയറ്റ് പെപ്സിയാണ്. അതില്ലെങ്കിൽ തീരെ ഇറങ്ങൂല. കുറച്ച് സീനാ മക്കളെ. ഏതായാലും ഒരു 10ൽ ഒരു 4.5 ഇല്ലേ സലാസെ? അത്രക്കേ ഉള്ളൂ. അവന്യൂസിലാണെങ്കിൽ ഒരു 6.5. എത്ര ഓടിയില്ലേ? സത്യം. അയ്യേ, ഒരു ഫിഷിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഇനിയിപ്പോൾ അറിയില്ല. ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ഫരീജിൽ പോയിട്ട് നല്ല മജ്ബൂസ്, നമ്മളെ കുവൈത്തിൽ തന്നെ പേരെടുത്ത മജ്ബൂസ് ഫ്രം ഫരീജ് സ്വലെ, അതേ വിചാരിച്ചേ. പിന്നെ ഇങ്ങോട്ട് അൽബേക്കിലേക്ക് ആക്കി. സമേരി ഉണ്ടല്ലോ എന്നല്ലേ? ഏതെ പല സാധനങ്ങളും ഇനി വരുമെന്ന്. ഞാനൊരു ലോൺ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് കവർ ചെയ്യാൻ ഇൻഷാ അല്ലാ. അപ്പോൾ മക്കളെ ഇനി ബാക്കി പുറത്തിറങ്ങിയിട്ട് എന്താ കേട്ടില്ല ഷാമിൽ എന്താ പറഞ്ഞേ? സിറിക്കി കഴിഞ്ഞിറങ്ങുക ഗൈസ്. അപ്പോൾ ആളൊക്കെ തീർന്നിട്ടോ, തിരക്കൊക്കെ കുറഞ്ഞ്. അവിടെ 2 ടിഷ്യൂ വയ്ക്കടാ. കാലിയായി. വന്നപ്പോൾ കുറച്ച് വണ്ടിയൊക്കെ ഉണ്ടായി. നോക്ക്, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ പോകണ്ടേ? അയ്യോ
അത് റേഞ്ച് ഒന്ന് രണ്ട് ആക്കി തന്ന് വൈബ് സാധനല്ലേ. ഐറ്റം ഒന്ന് കിട്ടിയ കത്തിക്കഴിഞ്ഞില്ലേ മക്കളെ. ഇതാണ് 35 കിലോമീറ്റർ ഓടി വന്ന അൽബൈക്ക്. ഞാൻ കൂടുതലൊന്നും ഇനി പറയില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. എനിക്കോട് മന്തിൻ്റെ മസാല എൻ്റെ അതിലിട്ടെന്തുണ്ട്. മക്കളെ കഴിച്ചിറങ്ങി. ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി പറഞ്ഞു, ഇനി പറയില്ല. ഇല്ല എനിക്ക് ഓക്കെ അതന്നെ. പക്ഷെ എനിക്ക് തീരെ ഓക്കെ അല്ലാത്ത പോലെ സത്യം പറഞ്ഞ. എക്സ്പെക്ട് അല്ലടാ. സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ ഗ്രാൻഡ്, ഞാൻ പറയട്ടെ, ഗ്രാൻഡിന്ന് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി തിന്നാല് നമുക്ക് തിന്നാൻ കഴിയും. പക്ഷെ എനിക്കിത് ഇറങ്ങില്ല. അതെന്താ മനസ്സിലാവില്ല. അതിന്റെ മസാലന്റെ ആണോ ഇതൊന്നും വേഗം തേച്ചിട്ടിയാ മതി. ഇനി ആ സ്പൈസി അല്ല, നോർമലും ആണ്. അതൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് നല്ലോണം വ്യത്യാസമുണ്ട്. ഒരു അറബിക് വൈബ്സ് അടിച്ചിട്ടേ. അപ്പൊ ടാറ്റ അൽബൈക്ക് ഇനി ഈ കാണൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ടാറ്റ ബൈ ബൈ. എന്താണ് നോ ഫ്ലേവർ. അതുപോലെടാ ആ മറ്റേ നെഗറ്റ്സ് ആയില്ലടാ ഇവനെ. നെഗറ്റ്സ് നല്ലോണം കുക്കായില്ല. അത് ഇനിയും കുക്കാവാണ്ട് ഇവര് തിരക്കിലെടുത്ത് തരുക സാധനം. അതാണ് എനിക്ക് മനസ്സിലായത്. ആ ഫസ്റ്റത്തെ 1-2 പീസ്, ലാസ്റ്റ് ഞാൻ ഒരു പീസ് എടുത്തില്ല. എനിക്ക് അന്നില്ല ഒരു കഷ്ണം. എന്തൊരു പ്രശ്നമുണ്ട്. ഞാൻ 1.5 തിന്നു. അപ്പൊ ഗൈസ് ഞങ്ങള് അതിന് 35 കിലോമീറ്റർ ഓടി വന്ന് അൽബൈക്കും തിന്ന് മൂഞ്ചി ഇനി തിരിച്ച് വീണ്ടും ഇതാ ഓടുകയാണ്. ഇനി ചിലപ്പോൾ നാളെ കാമ്പാട് എത്തിക്കും. കുറച്ച് ഓടാണ്ട്. പക്ഷെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് റോഡുമാണ്. 25 മിനിറ്റ് കൊണ്ട് സംഭവം എത്തും. അപ്പോൾ നല്ല നോക്കി ചിൽ ചെയ്ത് വൈബാക്കിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ GMC വൈബായില്ലേ. മൂപ്പര് ഒന്ന് ചില്ലായി. ഞാൻ വീഡിയോ എടുക്കണ മൂപ്പരൊന്ന് ആക്സിലേറ്ററൊക്കെ കൊടുത്ത് ചില്ലാക്കി വൈബാക്കി. ഇത് വേറെ തന്നെ ഒരു വൈബാല്ലേ ഈ ഏരിയ. പക്ഷേ ഒരു ഓപ്പൺ ഏരിയ കണ്ടിട്ട് ഗൈസ് ഇതാണ് ജഹറ അല്ലേ. ജഹറ എത്തി ശരിക്കും. ഇപ്പം നമ്മള് പ്രോപ്പർ ജഹറ എത്തില്ലേ. പക്ഷെ രാത്രി കണ്ടിട്ട് ഞാൻ കാണൂല. വേറെ കാര്യം ഇതാണ് ജഹറാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നും കാണില്ല. സത്യം. പിന്നെ ഒരു ടോപ്പ് കഥ ഞാൻ പറയാൻ മറന്നുപോയി. ഈ അൽബൈക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്താ അറിയോ, ആ കഥ ഞാൻ പറഞ്ഞില്ല. പണ്ട് ഈ PUBG കളിക്കുന്ന സമയത്തില്ലേ, അതായത് BGMI ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഒരൊറ്റ PUBG ഉള്ള സമയത്ത്, ഗ്ലോബലും എല്ലാം ഇന്ത്യ എല്ലാവരും ഒന്നായിട്ട് കളിക്കുന്ന സമയത്ത്, നമ്മളെ ഗെയിമിംഗ് വൈബ് തുടങ്ങുന്നത് ആ സമയത്താണല്ലോ. കൊറോണയും അതിൻ്റെ മുമ്പൊക്കെ, കൊറോണൻ്റെ മുമ്പത്തെ കാര്യമൊക്കെ പറയണേ. അപ്പോൾ ആ സമയത്തൊക്കെ കൊറോണയ്ക്ക് ശേഷം കേട്ടോ, കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. ഏതായാലും അതിൻ്റെ മുമ്പ് കുറച്ച് ശേഷമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കുറേ കാലം ഏതായാലും 4-5 വർഷം അയക്കിന്. അപ്പം ഞാൻ ഈ PUBG കളിച്ച് നമുക്ക് പല സ്ഥലത്തും ലോകം മൊത്തം ഫ്രണ്ട്സ് കഴിഞ്ഞു. അപ്പോൾ അതിൽ സൗദിയിലുള്ള 2-3 ചെക്കന്മാരുണ്ട്. 2-3 ചെക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഓരോ കൂടാണ് സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുക. അല്ല മീൻസ് സംസാരിക്കുകയൊക്കെ ചെയ്യുക. കാരണം ഗെയിം കളിക്കല്ലേ രാത്രി 3-4 മണിക്കൂർ. അപ്പോൾ ഓനും ഓൻ്റെ കസിനും ഓൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ ഓൻ്റെ പേര് സാബിത്ത് എന്നാണ്. അപ്പോൾ ഈ സാബിത്ത് ഉണ്ടല്ലോ, വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞാൽ സാബിത്ത് അൽബൈക്കും കഴിച്ചിട്ടേ വന്ന് ഗെയിം കളിക്കാനിരിക്കും. അല്ല എല്ലാ സൗദിയില്, ഇവിടെ അല്ല, സൗദിയിൽ അൽബൈക്ക്. ഏതായാലും ഓർക്ക് KFC പോലെ അൽബൈക്കാണ്. KFCനെ കാട്ടി കൂടുതൽ അൽബൈക്കാ കാണേ. അപ്പോൾ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഓൻ അൽബൈക്കും തിന്നിട്ടേ വരും. അതൊരു രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും വ്യാഴാഴ്ച മോനെ അൽബൈക്ക് തിന്നോ? ഓ തിന്ന് കഴിഞ്ഞ് എന്നാൽ തുടങ്ങല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഗെയിമും കളിച്ച് കഥയും പറഞ്ഞ് അതൊരു വൈബ് ഡേന് മോനെ. ഓൻ്റെ കസിനുണ്ടായും ഫായിസ്, ഓരൊക്കെ എൻ്റെ കല്യാണത്തിന് വന്നിക്കണ്. എൻ്റെ കല്യാണത്തിന് ഓരൊക്കെ നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഒരു 2-3 ആൾക്കാർ വരികയും ചെയ്തിരുന്നു. PUBG അന്ന് കളിക്കുന്ന സ്ക്വാഡിലുള്ള ഒരു 3-4 ആൾക്കാരൊക്കെ വരികയും ചെയ്തിരിക്കുന്നു. അതൊക്കെ ഏതായാലും ഒരു വൈബ്. അപ്പോൾ അൽബൈക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതാ ഓർമ്മ വരിക. ഏതായാലും അങ്ങനെ നമ്മൾ ആ സാധനം കഴിച്ച്. പക്ഷെ നമ്മൾ കഴിച്ചപ്പോൾ ഇവിടുത്തെ നമുക്ക് അത്ര പിടിച്ചില്ലല്ലേ. ഏതായാലും അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങളിതാ ഓൾറെഡി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ എത്തും, കാരണം ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് റോഡാണ്. 20 മിനിറ്റ് കൊണ്ട് ഇതാ കത്തിച്ച് പിടിച്ച് സ്ട്രെയിറ്റ് റോഡാണ്. ഒരൊറ്റ പോക്ക്. പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് പോകും. പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിൽ പാട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പാട്ട് കേൾക്കും. അപ്പോൾ ബാക്കി വ്ളോഗ് നോക്കട്ടെ. ഇനി പാടത്തിനെന്തോ പറയാം. അതുവരേക്കും ഗുഡ് ബൈ മക്കളെ. അങ്ങനെ എത്താനായി
ഫർവാനിയിൽ നമ്മൾ എത്താനായിട്ടുണ്ട്. കുറെ കത്തി കടിച്ച പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വന്ന് ഗ്യാസ്. അപ്പം എല്ലാം കഴിഞ്ഞതാ എന്നെ പിക്ക് ചെയ്തെടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തുകയാണ്. പോകുമ്പോൾ 2 ആളുകൾ വരുമ്പോൾ 3 ആളായി മാറി. അങ്ങനെ ഇതാ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിടോ. ഇവർ പൂട്ടിയ മൊത്തം എല്ലാം കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. രാത്രി ഇപ്പോൾ അതാ 12:30 മണിയായി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 9:30 ഇറങ്ങി അല്ലേ? 9:30 ഇറങ്ങി. 10 മണി 10:30 ഇവനെയും പിക്ക് ചെയ്ത് നേരെ ജെറയിൽ പോയി ഫുഡ് അടിച്ച് ഉറക്കല്ലേ ഫുഡ് അടിച്ചോണ്ടാന്നുകൊണ്ട്. അപ്പൊ ഗൈസ് തിന്നുമ്പോ അങ്ങനെ ഫീൽ ചെയ്ത് എനിക്കൊരു മന്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിനടിച്ച് എന്താ അറിയില്ല. ഷാമിലില്ലേ ഗൈസ്, നാളെ ഷാമില് ബിരിയാണി വെക്കാൻ പോകും. അത് നേരത്തെ നമ്മൾ അൽബേക്ക് സംസാരിച്ചു. ബിരിയാണി കഴിക്കും രാത്രി. അത് കുറച്ചുണ്ടാവും, ടേസ്റ്റ് നോക്കാനുണ്ടാവും. അല്ലാണ്ട് എനിക്ക് 3 പ്ലേറ്റ് ഉണ്ടാവും. അത് രാത്രി ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, എന്നെ പിക്ക് ചെയ്യുക, ഇവൻ അപ്പോഴേക്കും അത് ചെമ്പിലാക്കി വെക്കും. അത് എൻ്റെ റൂമിൽ പോവാ. ഓക്കെ, ജീവനോടെ ഉണ്ടായാൽ എനിക്ക് നല്ലത്. മക്കളെ നോക്ക്, ഇവൻ ജീവിതത്തിൽ ഇതുവരെ ചോറ് പോലും വെച്ചില്ല. അങ്ങനത്തെ ഇവന്റെ റൂമിലുള്ളവരോട് പറഞ്ഞിക്കാണ് ഓൻ ബിരിയാണി ഉണ്ടാക്കൂ, ചിക്കനും അരിയും മാറ്റി വെക്കാന്. ഇവനെക്കാട്ടി വലിയ സൈക്കോ ലോകത്ത് വേറെ ആരുമില്ല. ഇനി നാളെ ബിരിയാണി ആട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗാണ്, ചാനലിലുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് കുവൈത്തിൽ നിന്നൊരു വ്ളോഗ് ഇടണമെന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗായിട്ടാണ് ഇത് ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അധികം വ്ളോഗുകൾ വരും പോയി വന്നതിന്. ഇനി പിന്നെ ഇത് തുടങ്ങുമ്പോൾ തന്നെ വെക്കേഷൻ ആവാണ്. വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് വ്ളോഗുകളും കാര്യങ്ങളുമായിട്ട് സജീവമാവണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്പോൾ കാണുന്നവരൊക്കെ പുതിയ ആൾക്കാരുടെ സബ് ചെയ്യുക. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ എന്തെങ്കിലുമൊക്കെ കാട്ടല്ലേ ഷാമിലെ? നീ എന്തെങ്കിലും പറയും ഷാമിലെ, എന്നാ ചെയ്യുക? അതന്നെ, ആകെ അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? എല്ലാം ചെയ്യാം. This will be the first video. പുതിയ വീഡിയോകൾ കുവൈത്തും എല്ലാം വരും. മൊത്തത്തിലൊരു വ്ളോഗ് വൈബ്സ് അല്ലേ? എങ്ങനെ കുവൈത്തിൽ എൻജോയ് ചെയ്യാം. അതാണ് എങ്ങനെ കുവൈത്തിൽ എൻജോയ് ചെയ്യാം. അത് മാത്രമേ ഇവിടെ നടക്കാത്തേ ഉള്ളൂ. വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്യാം. ഇങ്ങനെ ആടെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ? വണ്ടി ഇല്ലാത്തവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബസ് കയറി പോണോ? പറ്റുന്ന രീതിയിൽ ഈ സമയത്തൊക്കെ പോവാൻ പറ്റും. നമുക്ക് 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ മറ്റേതാവുമ്പോ ഇപ്പൊ തന്നെ 10:30 മണിക്ക് വെച്ചെങ്ങനെ പോയി പിക്ക് ചെയ്ത് എല്ലാരും ഉറങ്ങണ സമയത്ത് നമ്മൾ അവനെ പോയി പിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ ഒരു വണ്ടി ഇവിടെ ലൈസൻസ് കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ്. ഇപ്പൊ 12:45 അപ്പൊ എനിവേസ് ഗൈസ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.